ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കൊതുകിൻ്റെയൊക്കെ ഭയങ്കര ശല്യമാണല്ലോ. അന്നേരം നമുക്ക് ഇതിനെ പെട്ടെന്ന് തുരത്താനുള്ള ഒരു പുകയിട്ടാലോ. അപ്പം അതിന് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതിന് ആവശ്യമുള്ളത് തുമ്പയുണ്ടല്ലോ, തുമ്പ. പണ്ട് മുതലേ ഉപയോഗിക്കുന്നൊരു കാര്യമാണ് തുമ്പ. അതെല്ലാവർക്കും അറിയാം. ഇപ്പം ഇഷ്ടം പോലെ കാണുമല്ലോ, നമ്മുടെ തൊടിയിലൊക്കെ ഇഷ്ടം പോലെ കാണും. അന്നേരം ആ തുമ്പയൊക്കെ നന്നായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മുറിക്കുമ്പോൾ എന്നാ മണമാണെന്നറിയോ, അതാ ഒരു വെള്ളപ്പൂവുണ്ട്, അത് നോക്കിയെടുത്താൽ മതി. നീളത്തിലുള്ള ഇലയുമായിരിക്കും, നല്ല ഒരു മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കൊരു മണം. അന്നേരം ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു സന്ധ്യാവുമ്പം പുകയ്ക്കുന്നത്. അപ്പോൾ അത് ആ പുകയ്ക്കുന്ന പാത്രമാണ് കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് കനലിട്ടിട്ടുണ്ട്. കനലിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടത് പുകഞ്ഞിക്കും. അന്നേരം ആവശ്യത്തിന് ഞാനിത് ചാരത്തിന് നല്ല ചൂടുണ്ട്, അപ്പം കനലും ചാരവും എല്ലാം കൂടെ ചേർത്താണ് ഇട്ടിരിക്കുന്നത്. അന്നേരം കുറച്ച് നേരം നിന്ന് ഇത് പുകയുകയും ചെയ്യും. അപ്പം ആവശ്യത്തിന് ചാരം ഒരു കനലെല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഗരം മസാലയും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ ചേർന്നതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേക ഒരു മണം കേട്ടോ, നല്ലൊരു മണം ഇപ്പോൾ അത്. പിന്നെ നമുക്ക് കുറച്ച് തൊണ്ട് വെക്കാം കേട്ടോ. ആദ്യം ഞാൻ വെച്ച തൊണ്ട് ശകലം നനഞ്ഞതായിരുന്നു, അതായിട്ടങ്ങ് മാറ്റിയത്. തൊണ്ടാകുമ്പോൾ നന്നായിട്ട് പുകയിരുന്നു. കുറച്ച് തൊണ്ടിടാം. എന്നിട്ട് നമുക്ക് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഈ തുമ്പയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ഒരു മണം. അന്നേരം ഇത് പുകയിടുമ്പോൾ നമ്മൾ വാതിലൊക്കെ അങ്ങ് തുറന്നിടണം. അന്നേരം ഈ പുക കൊണ്ട് തന്നെ കൊതുക് പുക എല്ലാം മാറി കഴിയുമ്പോഴത്തേക്ക്, മാറാറാകുമ്പോഴത്തേക്ക് നമുക്ക് വാതിലും ജനലൊക്കെ അടച്ചങ്ങിട്ടാൽ മതി. പിന്നെ നമുക്ക് പുക കയറത്തില്ല. സന്ധ്യയാകുമ്പോൾ ഇപ്പം ഡെങ്കിപ്പനിയും അങ്ങനെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ. അന്നേരം ഇതൊന്ന് പുകയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കൊതുകിനെയും ഈച്ചയൊക്കെ ഒന്ന് ഓടിക്കാൻ പറ്റും. അന്നേരം ഞാൻ അതും കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം പനിക്കുറുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ എല്ലാം കൂടെ മണമെന്ന് വെച്ചാൽ നല്ല ഒരു മണമാണ്, കൊതുകൊന്നും നിൽക്കത്തേ ഇല്ല, പമ്പ കിടക്കും പമ്പ. അന്നേരം ഞാൻ അത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് പുകയിട്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിലും കൂടെ ഇച്ചിരി ഇതിട്ട് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിലും ഉണ്ടെന്നെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അന്നേരം നന്നായിട്ടൊന്ന് ആ ഒരു ഇല ഒന്ന് വാടും. അന്നേരം നന്നായിട്ടൊന്ന് പുകയാനും സഹായിക്കും. തിരി ഒന്ന് കത്തി. പക്ഷേ ഞാനിതെല്ലാം കൂടെ ഇട്ടപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കത്തിയില്ല. പിന്നെ ഇവിടെ അച്ഛൻ വന്ന്, ഹസ്ബൻഡിൻ്റെ അച്ഛൻ കേട്ടോ. പിന്നെ അച്ഛൻ അവിടെ വന്നിട്ട് കുറച്ച് കുന്തിരിക്ക ഇട്ട് കേട്ടോ. അതുകൂടെ ആയപ്പോൾ ഇതിന് മൂന്നിൻ്റെയും കൂടെ ആയപ്പോൾ എന്തോ ഒരു മണമായിരുന്നു അറിയാം. അപ്പം നന്നായിട്ട് ഇത് പുകയത്. അപ്പം നമ്മൾ ഈ റൂമിലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ സന്ധ്യയാകുമ്പം പിന്നെ കതവങ്ങ് അടച്ചിട്ടാൽ മതി. പിന്നെ കൊതുകൊന്നും വരും. നല്ല ഒരു മണമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കും ഒരു മണമാണ്. അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ, ഒരു പരിധി എന്നല്ല, കൊതുക് വരത്തില്ല. പിന്നെ നമ്മൾ ഈ പുകയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കതോടെ അടച്ചിട്ടാൽ മതി. അന്നേരം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഹൈപ്പൊക്കെ ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.